സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലെത്തിയത്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു 1:36 1:30 ആ സമയത്ത് ഈ ഭാഗങ്ങളിലായി ചെറിയൊരു ഭൂമി കുലുക്കം പോലെ ഫീൽ ചെയ്തു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനിൽ ആ സമയത്തുണ്ടായിരുന്ന പലർക്കും ഞാൻ മെസ്സേജ് ഇങ്ങനെ ഒരു സംഭവം അനുഭവപ്പെട്ടിരുന്നു. പലരും തന്നെ ഇല്ല എന്നൊരു അഭിപ്രായമായിരുന്നു, ചിലർക്ക് സംശയമുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ സംഭവം ഒഴിവാക്കി. ഇന്ന് രാവിലെ മൊബൈൽ നോക്കുമ്പോഴാണ് ഓരോരുത്തരുടെ റീപ്ലൈ കാണുന്നത്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതാ: ഇരിക്കുളം, കോട്ടക്കൽ, പരപ്പ, ഒടയഞ്ചാൽ, ബളാൽ, കൊട്ടടി ഭാഗത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ശരിക്കും നിങ്ങളുടെ ചുറ്റുപാടും എവിടെയെങ്കിലും ഭൂചലനമോ നേരിയ തോതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വരണം. അതല്ല, ഞാനിത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഭൂകമ്പമോ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പുണ്ട്. ആപ്പ് മാത്രമല്ല, കൂടാതെ ആൻഡ്രോയിഡ് ഫോണുകളാണെങ്കിൽ അതിൽ ഗൂഗിൾ മാപ്പിൽ അതിൻ്റെ സർവീസ് എടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് കാണാൻ പറ്റും. ലൊക്കേഷൻ സർവീസസ് എടുത്തു കഴിഞ്ഞാൽ എമർജൻസി ലൊക്കേഷൻ സർവീസ്, ഗൂഗിൾ ലൊക്കേഷൻ ഷെയറിങ്, ലൊക്കേഷൻ അക്യുറസി, ടൈം ലൈൻ, എർത്ത് ക്വിക്ക് അലേർട്ട്. അതിൽ എർത്ത് ക്വിക്ക് അലേർട്ട് ഓൺ ചെയ്ത് ഇടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും, അതായത് നമ്മുടെ ലൊക്കേഷനിൽ എവിടെയെങ്കിലും നേരിയ തോതിലോ വലിയ തോതിലോ ഭൂചലനങ്ങളോ സംഭവം എന്തെങ്കിലും നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അലേർട്ട് ഉണ്ടാവും. അഡ്വാൻസ് അല്ലെങ്കിൽ ആ ടൈം ആയാലും അലേർട്ട് ഉണ്ടാവും. എനിക്ക് ശരിക്കും ഇന്നലെ അത് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. പലരോടും ചോദിച്ചപ്പോഴും പലർക്കും അറിയാനും പാടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ, ഇനി ഞാൻ ഉറക്കത്തിൽ എങ്ങനെ പറയുന്നതാണോ, അങ്ങനെയാണ് എല്ലാവർക്കും സംശയം. അപ്പോൾ ഇന്ന് രാവിലെ പല റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു. 5 പേര് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ പയ്യന്നൂർ മേഖലയിൽ 5 പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടി. ചെറിയ തോതിലായതുകൊണ്ടാണ്. ഇനി അതിപ്പോൾ വലിയ രീതിയിലാണെങ്കിൽ നമുക്കത് വലിയ നഷ്ടമായിരിക്കും. ഇപ്പോൾ വയനാട്ടിൽ നടന്ന കാര്യം നമുക്കറിയാമല്ലോ. ഇതിന് നടക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മുൻകൂർ ജാഗ്രത പുലർത്തണമെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഇത് ഓൺ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് അറിയുക, അതിന് എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിളായ ആപ്സോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലെ സെറ്റിങ്സോ നിങ്ങൾ അലേർട്ട് ഓൺ ചെയ്തിടുക. എനിക്ക് അനുഭവപ്പെട്ടത് കൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, ഓൺലൈനിലുണ്ടായ പല സുഹൃത്തുക്കൾക്കും ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഫീൽ ചെയ്തു തന്നു. അത് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈവൻ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അലേർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഓൺ ചെയ്തിടണം. കാരണം ഇത് ഉണ്ടായിരിക്കുന്ന മറ്റെവിടെയല്ല, നമ്മുടെ കേരളത്തിലെ കണ്ണൂർ, പയ്യന്നൂർ. നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ തന്നെ വരുന്നില്ല ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുന്നു. സോ ഒട്ടും വെയിറ്റ് ചെയ്യണ്ട. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.